പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്തൃസന്നിധിയിൽ ദൈവജന ധ്യാനമായി എടുത്തു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും ദൈവജന ധ്യാനമായി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് അവസരമൊരുക്കിയല്ലോ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായ സങ്കീർത്തന പുസ്തകങ്ങൾ നാം ധ്യാനിച്ചു വരികയായിരുന്നല്ലോ. അനുഗ്രഹീതമായ ജീവിതത്തിന് വളരെയധികം അനുഗ്രഹം നൽകുന്ന പുസ്തകങ്ങളാണ് സങ്കീർത്തന പുസ്തകങ്ങൾ. നാം തുടർച്ചയായി അവ വായിക്കാറുണ്ട്. ഹൃദയത്തിനും മനസ്സിനും സന്തോഷം നൽകുന്ന വാക്കുകളാൽ രചിക്കപ്പെട്ട ഉത്തമ കവിത സങ്കീർത്തന പുസ്തകങ്ങളിൽ നാം കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത് 23-ാം സങ്കീർത്തനമാണ്. വളരെ വളരെ ആത്മീക അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന, സങ്കീർത്തനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദിനാൽ രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. കഴിഞ്ഞ ദിനങ്ങളിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം ധ്യാനിക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം നാം അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങളാണ് ദൈവസന്നിധിയിൽ ധ്യാനിക്കുവാനായി കടന്നു പോകുന്നത്. 5ഉം 6ഉം വാക്യങ്ങൾ എങ്ങനെ പറയുന്നു? എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. വളരെ അനുഗ്രഹീത വാക്യങ്ങളാൽ രചിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവമക്കളെ, ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ തൻ്റെ അനുഭവത്തിൽ നിന്നാണ് എഴുതുന്നത്. താൻ അനുഭവത്തിൽ നിന്നാണ് തൻ്റെ സങ്കീർത്തനങ്ങൾ മുഴുവൻ എഴുതിയിരിക്കുന്നത്. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം പലയിടങ്ങൾ ദാവീദ് പറയുന്നുണ്ട്, കളഞ്ഞു, ദുഷ്ടന്മാർ പച്ച പിടിക്കുന്നു. ഇതൊക്കെയും ദാവീദ് പറയുന്നത് താൻ കണ്ടതും കേട്ടതും തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതുമായ ആ എക്സ്പീരിയൻസിൽ നിന്നാണ് ദാവീദ് തൻ്റെ സങ്കീർത്തനങ്ങൾ രചിക്കുന്നത്. ഇവിടെ ദാവീദ് പറയുന്നത്, എൻ്റെ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കുന്നൊരു ദൈവത്തെയാണ് ഞാൻ, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്, എൻ്റെ പാനപാത്രം ഞാൻ സേവിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ ദൈവമക്കളെ, തൻ്റെ അനുഭവത്തിൽ നിന്ന് താനിത് പറയുമ്പോൾ നമുക്കറിയാം, ദാവീദ് തൻ്റെ യൗവനപ്രായം മുതൽ അനേകം ശത്രുക്കൾ തന്നെ തകർത്ത് കളയാൻ ശ്രമിച്ചിട്ടുണ്ട്. അനേകം ആളുകൾ, അനേകം രാജാക്കന്മാർ തന്നെ ഇല്ലാതെയാക്കി കളയുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ തന്നെ നിലനിർത്തിയത് അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. തൻ്റെ യൗവനപ്രായത്തിൽ ശൗൽ രാജാവ് പോലും തന്നെ പലതവണ കൊല്ലുവാൻ അന്വേഷിച്ചിട്ടുണ്ട്, തകർത്ത് കളയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെയൊക്കെയും നടുവിൽ തന്നെ തകർത്ത് കളയുവാൻ, തന്നെ ഇല്ലാതാക്കി കളയാൻ, തനിക്കൊരു ഭാവിയില്ല, താൻ ഇനിയും ഒരു തലത്തിലേക്ക് ഉയർച്ചയില്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവം ഹല്ലേലൂയ തന്നെ ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തേക്ക് എടുത്തുയർത്തുവാനിടയായി. തൻ്റെ ശത്രുക്കൾ കാണുക, തൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ തനിക്ക് വേണ്ടി ആ ദൈവം മേശയൊരുക്കുവാനിടയായി. എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? നമ്മുടെ ശത്രുക്കൾ ലജ്ജിക്കുമാർ, നമ്മെ തകർത്ത് കളയുവാൻ, ഇല്ലാതെയാക്കി കളയുവാൻ, നശിപ്പിച്ച് കളയുവാൻ ആഗ്രഹിക്കുന്നവരുടെ നടുവിൽ നമ്മെ മറ്റൊരു തലത്തിലേക്ക് ദൈവം ഉയർത്തുവാൻ ശക്തനാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്നവരെ ദൈവമക്കളെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതയാത്രയിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും ദുരനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം.
ദുരനുഭവങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വന്നേക്കാം. അനേകം ശത്രുക്കളുടെ മുമ്പിൽ ഒരുപക്ഷെ നാം ലജ്ജിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ദൈവം തൻ്റെ സമയമാകുമ്പോൾ, തൻ്റെ തക്ക സമയമാകുമ്പോൾ ഹല്ലേലൂയ മറ്റൊരു ലെവലിലേക്ക് നമ്മുടെ ശത്രുക്കൾ കാണുക, അവരുടെ നടുവിൽ നമുക്ക് വേണ്ടി ദൈവം മേശയൊരുക്കുന്നവനാണ് എന്നുള്ള സത്യം ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിന്നെ മുമ്പോട്ട് ദാവീദ് പറയുകയാണ്, എൻ്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, യഹോവയെ തൻ്റെ ഇടയനാക്കിയ, യഹോവയെ തൻ്റെ രക്ഷിതാവും തൻ്റെ കർത്താവും ഹല്ലേലൂയ തൻ്റെ സംരക്ഷകനുമൊക്കെയായി ഹല്ലേലൂയ സ്വീകരിച്ചിട്ടുള്ളൊരു ഭക്തൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണിത്. ഹല്ലേലൂയ അവ മുഴുവൻ അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ്. ഹല്ലേലൂയ ദൈവത്തെ സേവിച്ചിട്ട്, ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടിട്ട്, ദൈവത്തെ സേവിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ട് ലജ്ജിച്ചു പോയവരുടെ ഹല്ലേലൂയ ലിസ്റ്റ് നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. എന്നാൽ ഹല്ലേലൂയ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് അതിൻ്റെ മധ്യത്തിൽ വിജയം കണ്ട ഒരു കൂട്ടത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊരാളാണ് ദാവീദ്. ഹല്ലേലൂയ താൻ ലജ്ജിക്കപ്പെട്ട ഇടത്ത്, ഹല്ലേലൂയ താൻ ഒന്നുമല്ലാതെയായിപ്പോയ ഇടത്ത്, താൻ ഹല്ലേലൂയ തന്നെ നശിപ്പിച്ചു കളയാൻ ശ്രമിച്ച ഇടത്ത് ദൈവം തന്നെ ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തേക്ക് എടുത്തുയർത്തുവാനിടയായി. തൻ്റെ തലയെ ഹല്ലേലൂയ രാജാഭിഷേകത്താൽ ദൈവം നിറയ്ക്കുവാനിടയായി. ഹല്ലേലൂയ തൻ്റെ പാനപാത്രം നിറഞ്ഞു എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊണ്ടും അനുഗ്രഹം കൊണ്ടും ദൈവം തൻ്റെ ഭക്തനെ നിറയ്ക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, തൻ്റെ യൗവനപ്രായം നോക്കിയാൽ താൻ ആടുകളുടെ കൂടെ വനാന്തരങ്ങളിലായിരുന്നു. തന്നെ നോക്കുന്നവരൊക്കെ ഒരുപക്ഷെ പറഞ്ഞു കാണും, ഈ ചെറുക്കനൊരു ഭാവിയുണ്ടോ, ഈ കുഞ്ഞിനൊരു ഭാവി ഉണ്ടാകുമോ എന്ന് ഒരുപക്ഷെ തൻ്റെ അയൽക്കാർ, തൻ്റെ ബന്ധുമിത്രാദികൾ ഒരുപക്ഷെ തന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങളുടെ സാഹചര്യം വെച്ച് നിങ്ങളുടെ നാളെയെ നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്, നാളെയെ നിങ്ങൾ വിധിക്കരുത്. നാളെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് മറ്റൊരു പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നീ ആടുകളോടൊപ്പം വനാന്തരങ്ങളിലാണെങ്കിൽ നാളെ നിന്റെ പാനപാത്രം നിറഞ്ഞു കവിയുമാറ് ഒരു അനുഗ്രഹത്തിലേക്ക് നിന്നെ എടുത്തുയർത്തുവാൻ, ഒരു സ്ഥാനത്തേക്ക് നിന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ് എന്ന് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ നാളെയെ നാം വിധിക്കരുത്. കാരണം നമ്മുടെ നാളെയെ ഹല്ലേലൂയ മനോഹരമാക്കുവാൻ, ഫലഭൂയിഷ്ടമാക്കുവാൻ, അനുഗ്രഹമാക്കുവാൻ, ഹല്ലേലൂയ നമ്മളുടെ ശത്രുക്കളുടെ മുമ്പാകെ നമുക്ക് മേശയൊരുക്കുവാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ആ നല്ല ഇടയൻ്റെ പാദപീഠത്തിങ്കിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ ഞാൻ കണക്കെടുക്കുന്നില്ല, എനിക്ക് നല്ലൊരു ഭാവി ഹല്ലേലൂയ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്, ഭാവിയെല്ലാം തൻ കരങ്ങളിൽ നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. ഭാവിയെല്ലാം തൻ കരങ്ങളിൽ നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. എന്നെ കേൾക്കുന്നവർ ഇതേ മക്കളെ, നമ്മളുടെ ഭാവി ആ നല്ല ഇടയൻ്റെ കയ്യിലാണെന്നുള്ള ഒരുത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മളുടെ നാളത്തെ ജീവിതം, നമ്മളുടെ നാളത്തെ ഭാവി ആ നല്ല കർത്താവിൻ്റെ കരങ്ങളിലാണെന്നുള്ളൊരു ഉത്തമ ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ നാളെ ഓർത്ത് നാം ദുഃഖിക്കേണ്ടി വരില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദിൻ്റെ യൗവനപ്രായത്തിൽ താൻ ഇതൊന്നും ചിന്തിച്ചു കാണില്ല. എന്നാൽ ഹല്ലേലൂയ തൻ്റെ നല്ല പ്രായത്തിൽ ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തേക്ക് ദൈവം തന്നെ എടുത്തുയർത്തുവാനിടയെ. കാരണം അവനൊരു ഭക്തനായിരുന്നു, അവൻ ദൈവത്തെ സേവിക്കുന്നവനായിരുന്നു, അവൻ അഭിഷേകം പ്രാപിച്ചവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ആ ഒരു വലിയ പ്രത്യാശയോടെ, ഒരു നല്ല നാളെയെക്കുറിച്ചുള്ള പ്രത്യാശയോടെ ദൈവത്തെങ്കിൽ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ണെങ്കിലും ഇന്ന് നമുക്ക് ബുദ്ധിമുട്ടുകളാണെങ്കിലും നാളെ മറ്റൊരു തലത്തിലേക്ക് നമ്മളെ ഉയർത്താൻ നമ്മുടെ കർത്താവിന് കഴിയും. ഒരുപക്ഷെ നമ്മുടെ അയൽക്കാർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ വിശ്വാസികൾ, നമ്മുടെ കൂട്ടുകാർ ഒരുപക്ഷെ നമ്മളെ പഴി പറയുന്നുണ്ടായിരിക്കാം നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട്. എന്നാൽ നാളെ ഹല്ലേലൂയ നമ്മുടെ അവസ്ഥ കണ്ട് ഹല്ലേലൂയ നമ്മെ മാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരാൻ ശക്തനാണെന്ന് ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കിയിരിക്കണം. 6-ാം വാക്യം ഹല്ലേലൂയ. 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു,
നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നോക്കിക്കേ, ദാവീദിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുമെന്നാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്. എന്നെ പിന്തുടരും. അല്ലെങ്കിൽ നന്മയെ ഞാൻ പിന്തുടരണമെന്നല്ല, ഞാൻ അതിൻ്റെ പുറകെ ഓടണമെന്നല്ല, ഞാനത് പ്രാപിക്കാൻ വേണ്ടി അതിൻ്റെ പിന്നാലെ ഹല്ലേലൂയ ഓടിക്കിതയ്ക്കണമെന്നല്ല ദാവീദ് പറയുന്നത്. മറിച്ച് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഈ നല്ല ഇടയനായ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചാൽ, ആ നല്ല ഇടയൻ്റെ കൽപ്പനകളനുസരിച്ച് നാം മുമ്പോട്ട് പോയാൽ, ആ നല്ല ഇടയൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയാൽ, വചനം പറയുന്ന നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, എന്നാൽ ഹല്ലേലൂയ സകലതും നിനക്ക് ലഭിക്കും, സകലതും നിന്നെ പിന്തുടരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അതിലും വലിയ സന്തോഷം നമുക്കെന്തുണ്ട്? യഹോവയുടെ ആലയം അത് യഹോവയുടെ സാന്നിധ്യത്തെയാണ് കാണിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ജീവിക്കുമെന്നാണ് ദാവീദ് ഇവിടെ പറയുന്നത്. കാരണം കോരഹപുത്രന്മാർ ഇങ്ങനെ പറയുന്നു: സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയം എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആ ദൈവസന്നിധിയിലെ ഹല്ലേലൂയ മനോഹാരിത അനുഭവിച്ച്, ദൈവസന്നിധിയിലെ സന്തോഷം അനുഭവിച്ച്, ദൈവസന്നിധിയിലെ ആനന്ദം അനുഭവിച്ച്, ഹല്ലേലൂയ നന്മയും കരുണയും പ്രാപിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദാവീദിനോട് ചേർന്ന് നമുക്കും പറയാം: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരികൾ താഴ്വരയിൽ കൂടി ഞാൻ കടന്നുപോയാലും ഞാനൊരെണ്ണത്വവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും പിന്തുടരുന്ന ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിക്കുക ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ഈ സങ്കീർത്തന ധ്യാനം ഞാനിവിടെ ഉപസംഹരിക്കുന്നു. നാളെ നാം 24-ാം സങ്കീർത്തനം ധ്യാനം തുടരാൻ പോവുകയാണ്. കടന്നു വരിക അനുഗ്രഹം പ്രാപിപ്പാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.